നമസ്കാരം. ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ അവസരത്തിൽ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശ്രുതി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ESI ഹോസ്പിറ്റൽ, പേരൂർക്കട. വെൽക്കം ഡോക്ടർ. താങ്ക് യു. വിറ്റിലൈഗോ എന്ന് പറയുന്നത് ഏത് കാലത്തും പ്രാചീന കാലം മുതൽ തന്നെ ഒരുപാട് ഭീതിയോടെ ആളുകൾ കാണുന്ന ഒരു ത്വക്ക് രോഗമാണ് വിറ്റിലൈഗോ വെള്ളപ്പാണ്ട്. അത് സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന, തൊലിയെ മാത്രം ബാധിക്കുന്ന ഒരു നിറവ്യത്യാസം മാത്രമാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ അതെന്തോ ഒരു ഭീകരമായിട്ടുള്ള ഒരു അസുഖം പോലെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് പകരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് പകരും എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളപ്പാണ്ടുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വെള്ളപ്പാണ്ടുള്ള ആളുകൾ മുൻനിരയിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത്. അതെ ഡോക്ടർ, ഇത്രയും അധികം മെഡിക്കൽ രംഗം പുരോഗമിച്ചിട്ടും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇത്രയും സോഷ്യൽ സ്റ്റിഗ്മ വിറ്റിലിഗോ എന്ന രോഗത്തിനുണ്ട് എന്ന് പറയുന്നത് ശരിക്കും അല്ലേ? അതെ, വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ, പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ശരിക്കും ഈ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്നുള്ള രോഗം, അതിന്റെ കാരണം എന്താണെന്ന് വിശദമായി പറയാമോ? വിറ്റിലിഗോ എന്ന് പറയുന്നത് നമ്മുടെ തൊലിയിൽ കാണുന്ന നിറവ്യത്യാസങ്ങളായിട്ട് പ്രകടമാകുന്ന ഒരു അസുഖമാണ്. നിറവ്യത്യാസം എന്ന് പറഞ്ഞാൽ വെള്ള നിറമാണ്, വെള്ള നിറമായിട്ടാണ് കാണുന്നത്. മറ്റു പല ത്വക്ക് രോഗങ്ങളിലും വെളുത്ത നിറം കാണുന്നുണ്ട്. അത് നിറം മങ്ങിയ പാടുകളായിട്ടാണ്. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും ലെപ്രസി ആണെങ്കിലും അങ്ങനെ പല അസുഖങ്ങളിലും നിറം മങ്ങിയ പാടുകളാണ് കാണുന്നത്. എന്നാൽ വിറ്റിലിഗോയിൽ വെള്ള നിറത്തിലുള്ള പേപ്പർ വൈറ്റ് ആയിട്ടുള്ള പാടുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പാടുകൾക്ക് ചൊറിച്ചിലോ വേദനയോ അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. അതുപോലെ സ്കിന്നിൻ്റെ മുകളിൽ ഈ വെള്ളപ്പാടിന് മുകളിൽ മുരിച്ചിലോ അങ്ങനെ ഒരു തരം സ്കിൻ ചേഞ്ചസും ഉണ്ടാവുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം. ഇത് ശരീരത്തിൻ്റെ ഉള്ളിനെ ബാധിക്കുന്ന അസുഖമൊന്നുമല്ല, സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ത്വക്കിൽ എല്ലാ അവയവങ്ങളെയും പോലെ തന്നെ നമ്മുടെ ത്വക്കിലും നിറയെ കോശങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെലനോസൈറ്റ് എന്ന് പറയുന്ന ഒരു കോശം, അതിൻ്റെ പ്രധാന ലക്ഷ്യം, അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം, അതൊരു പിഗ്മെൻ്റ് ആണ്. അതാണ് നമ്മുടെ സ്കിന്നിന് നിറം കൊടുക്കുന്നത്. അപ്പോൾ ആ പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന മെലനോസൈറ്റിനെ നമ്മുടെ ബോഡി തന്നെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് വഴി നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് വിറ്റിലിഗോ. ഇപ്പം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം ബാധിക്കുന്നതെന്ന് വെച്ചാൽ തൈറോയിഡിനുള്ള അസുഖം, തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അങ്ങനെയുള്ള മറ്റൊരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് വിറ്റിലിഗോ. അപ്പം അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. എന്നാലും ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ, ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഇതൊരു ജനിതക രോഗമാണോ? ഈ പാരമ്പര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് when it comes to vitiligo? വിറ്റിലിഗോയിൽ ജനിതകമായിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് കാണുന്നുണ്ട്. പക്ഷേ അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ്. അതായത് അച്ഛനോ അമ്മയ്ക്കോ വിറ്റിലിഗോ ഉണ്ടെങ്കിൽ കുഞ്ഞിനുണ്ടാവും എന്നൊരു നിർബന്ധവും. പക്ഷേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റിലിഗോ ഉള്ള ആളുകളിൽ ഒരു 30% ആളുകളിൽ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന് വിറ്റിലിഗോൻ്റെ അസുഖം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജനിതകമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിന് ഒരു പ്രധാന ഒരു റോൾ ഉണ്ട് വിറ്റിലിഗോയുടെ കാര്യത്തിൽ. മറ്റെന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടോ ഡോക്ടർ? അതായത് ഇപ്പം വിറ്റിലിഗോ ഉള്ള രോഗിക്ക് അത് ആ രോഗം പടരാതിരിക്കാനോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുമോ? വിറ്റിലിഗോയിൽ ഒരു പ്രധാന ഒരു ട്രിഗർ എന്ന് പറയുന്നത് ട്രോമയാണ്. അത് എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ, വിറ്റിലിഗോ രോഗികളിൽ എവിടെയെങ്കിലും മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ഥലത്ത് വിറ്റിലിഗോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യത എന്ന് വെച്ചാൽ മിക്ക ആളുകളിലും അങ്ങനെ തന്നെയാണ്. ആക്റ്റീവായിട്ട് വിറ്റിലിഗോ ഉള്ള സമയത്ത് എവിടെയെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെ ഭക്ഷണശീലങ്ങൾ എല്ലാറ്റിനും വിറ്റിലിഗോയുടെ ഇതിൽ ട്രീറ്റ്മെൻറ്റിലൊരു പ്രാധാന്യമുണ്ട്. ആൽക്കഹോളും സ്മോക്കിങ്ങും ഒഴിവാക്കുക, അതുപോലെ തന്നെ നല്ല സമീകൃതമായ ആഹാരം കഴിക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോഴാണ് ഒത്തിരി പേര് വിറ്റിലിഗോ രോഗികൾ OP-യിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് എന്ത് ഭക്ഷണം ആണ് ഡോക്ടർ കഴിക്കാൻ സാധിക്കുക? പുളിയുള്ള ഭക്ഷണം കഴിച്ചാൽ കൂടുവോ? അങ്ങനെ അതിനെപ്പറ്റി ഡോക്ടറുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഈ പുളിയുള്ള ഭക്ഷണം, അത് പേഷ്യൻസ് പലപ്പോഴും എന്നോടും ചോദിച്ചിട്ടുണ്ട്. പുളിയുള്ള ഭക്ഷണം, നാരങ്ങ
നാരങ്ങ കഴിക്കാൻ പാടോ, പുളി കഴിക്കാൻ പാടോ, അങ്ങനെ പല പഥ്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ട് അതിനൊന്നും ഒരു തെളിവുമില്ല. ഭക്ഷണം, ഏത് തരം ഭക്ഷണം വിറ്റിലേഗോ കൂട്ടുമെന്നോ കുറയ്ക്കുമെന്നോ ഒരു സ്റ്റഡീസും നിലവിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ സമീകൃത ആഹാരം, എല്ലാതരം പോഷണങ്ങളും, ഇപ്പോൾ അയേൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ സി എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റിലേഗോയുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാതരം ഭക്ഷണ പദാർത്ഥങ്ങളും അടങ്ങിയ സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്നത് കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഡോക്ടർ, സ്ട്രെസ്സിന് എന്തുമാത്രം റോളുണ്ട് ഈ വിറ്റിലൈഗോനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പം ഇത് പല ത്വക്ക് രോഗങ്ങളും സ്ട്രെസ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ വിറ്റിലേഗോ സംബന്ധിച്ച് അതിന് എത്രമാത്രം, സ്ട്രെസ് മാനേജ്മെൻറ്റിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്? സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗറിങ് ഫാക്ടറാണ്. അതായത് സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് വിറ്റിലേഗോ തന്നെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്. സ്ട്രെസ് കൂടുമ്പോൾ വിറ്റിലേഗോ വളരെയധികം കൂടുന്നുണ്ട്. വിറ്റിലേഗോ കൂടുന്നതിനനുസരിച്ച് പേഷ്യൻറ്റിന് സ്ട്രെസ്സും കൂടും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ ഐസൊലേഷനും അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന വിറ്റിലേഗോ ഉള്ള പേഷ്യൻസിന് സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ വിറ്റിലേഗോ പല ടൈപ്സ് ഉണ്ടല്ലോ ഡോക്ടർ, പല തരത്തിലുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പ്രേക്ഷകരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാമോ? വിറ്റിലേഗോ ആക്ച്വലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സെഗ്മെൻ്റൽ, നോൺ സെഗ്മെൻ്റൽ, അങ്ങനെ 2 തരത്തിലാണ്. സെഗ്മെൻ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ, ചെറിയ കുട്ടികളിലോ ചെറുപ്പക്കാരിലോ ആണ് അത് വരുന്നത്. അത് വിറ്റിലേഗോ വന്ന് ഒന്ന് പടർന്നു കഴിഞ്ഞ് 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പടരുന്നത് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനത്തെ അസുഖത്തിനെയാണ് നമ്മൾ സെഗ്മെൻ്റൽ വിറ്റിലേഗോ എന്ന് പറയുന്നത്. നോൺ സെഗ്മെൻ്റൽ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗം, ചിലപ്പോൾ ചെറിയ 1-2 ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ദേഹം മുഴുവനായിരിക്കാം. അങ്ങനെ പല പല ടൈപ്സ് ഉണ്ട്. ഏത് സൈറ്റിനെ ബാധിക്കുന്നു എന്നതനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. ഉദാഹരണത്തിന് ലിപ് ടിപ്പ് വിറ്റിലേഗോ ഉണ്ട്, ചുണ്ടിലും വിരലിൻ്റെയും കാൽവിരലുകളുടെ അഗ്രങ്ങളിലൊക്കെ കാണുന്ന വിറ്റിലേഗോ ഉണ്ട്. ഏത് ടൈപ്പാന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ പ്രോഗ്നോസിസ്, അതെങ്ങനെ മാറി വരുമോ അതോ കൂടുമോ എന്നുള്ളതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം സെഗ്മെൻ്റൽ വിറ്റിലേഗോ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് കൂടാറില്ല. പക്ഷേ അത് മെഡിക്കൽ മാനേജ്മെൻറ്റ്, നമ്മൾ മരുന്നുകൾ അപ്ലൈ ചെയ്താലൊന്നും അത് സാധാരണഗതിയിൽ മാറാറുമില്ല. അതിന് മെയിൻലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. പക്ഷേ നോൺ സെഗ്മെൻ്റൽ വിറ്റിലേഗോന് അതിന് ആദ്യം ഒരു കൂടി വരുന്നൊരു ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് യൂഷ്വലി സ്റ്റേബിൾ ആവും ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ. ഇപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വിറ്റിലേഗോ അസസ് ചെയ്യുമ്പോൾ 1 കൊല്ലത്തിനിടയ്ക്ക് ആ പാടുകൾ, ഓൾറെഡി ഉള്ള പാടുകൾ വലുതാകുകയോ അല്ലെങ്കിൽ പുതിയ പാടുകൾ വരിക, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേബിൾ വിറ്റിലേഗോ അല്ല, അൺസ്റ്റേബിൾ ആണെന്ന് പറയേണ്ടി വരും. വിറ്റിലേഗോ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രോമ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ വിറ്റിലേഗോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എവിടെന്നെങ്കിലും നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും വിറ്റിലേഗോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടൈപ്സ് അനുസരിച്ച്, ഏത് പ്രായം, അങ്ങനെയൊക്കെ അനുസരിച്ച് പലതരം വിറ്റിലേഗോകളുണ്ട്. ഈ രോഗം എങ്ങനെയാണ് ഡോക്ടർ നിർണ്ണയിക്കുന്നത്? ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകതരം ടെസ്റ്റുകളുടെ ആവശ്യമുണ്ടോ? ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് യൂഷ്വലി കണ്ട് തന്നെയാണ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്, കണ്ട് തന്നെയാണ് വിറ്റിലേഗോ നിർണ്ണയിക്കുന്നത്. പിന്നെ നമുക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഡെർമോസ്കോപ്പ്, വുഡ്സ് ലാമ്പ് അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ചില കണ്ടീഷൻസിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ള നിറം വരുന്ന മറ്റു പല അസുഖങ്ങളും ഉണ്ട്. ചില കണ്ടീഷനിൽ മറ്റു പല അസുഖങ്ങളായിട്ട് നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ സ്കിൻ ബയോപ്സി, ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ബയോപ്സി എടുത്ത് ടെസ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് അത് വിറ്റിലേഗോ ആണോ അതോ മറ്റെന്തെങ്കിലും കണ്ടീഷനാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മിക്കവാറും അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെയാണ്. ഈ ഒരു രോഗനിർണയം നടത്തുമ്പോൾ ഒരു വിറ്റിലേഗോ ആണ് തനിക്ക് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പലരും ആശങ്കപ്പെടുന്നതും നിരാശരാകുന്നതിൻ്റെയും റീസൺ ഇതിനൊരു ചികിത്സയില്ല എന്നുള്ള ധാരണയാണ്. അപ്പം ശരിക്കും അതിൽ എത്രമാത്രം സത്യമുണ്ട്? ഈ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു അസുഖമാണോ വെള്ളപ്പാണ്ട്? പണ്ട് മുതലേ എല്ലാ പേഷ്യൻസും ഇത് തന്നെയാണ്. അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വെള്ള അസുഖമാണെങ്കിൽ അവർക്ക്, വെള്ള നിറമാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വിറ്റിലേഗോ എന്നൊരു ഡയഗ്നോസിസ് പറയുമ്പോൾ പിന്നെ അവർക്ക് എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ധാരണയാണ്. പക്ഷേ വിറ്റിലേഗോന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. അപ്പം നമ്മൾ ചികിത്സേനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം വളരെ പറഞ്ഞല്ലോ, രോഗിയുടെ പ്രായം, എത്രത്തോളം അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, സ്റ്റേബിൾ ആണോ വിറ്റിലേഗോ, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് ഭാഗത്ത് മാത്രമുള്ള വിറ്റിലേഗോ ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ തെറാപ്പി, അതായത് നമ്മൾ ലേപനങ്ങൾ ഉപയോഗിച്ചിട്ട്, സ്റ്റിറോയിഡും അങ്ങനെ പല ലേപനങ്ങളും ഉപയോഗിച്ചിട്ട് ചികിത്സിച്ച് പല വിറ്റിലേഗോകളും നമുക്ക് മാറ്റാൻ കഴിയും. കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയതോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് വരുന്നതോ ആയിട്ടുള്ള വിറ്റിലേഗോ ആണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ കഴിക്കാം. അത് ഈ
പുരട്ടുന്ന ലേപനങ്ങൾക്ക് ഒപ്പവും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പിന്നെ വേറൊരു തെറാപ്പി എന്ന് പറയുന്നത് ഫോട്ടോ തെറാപ്പിയാണ്, ലൈറ്റ് തെറാപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പുവ അല്ലെങ്കിൽ ND-UVB ഇത് അൾട്രാ വയലറ്റ് ചേമ്പേഴ്സ് വഴിയോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ സൺലൈറ്റ് തന്നെ ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്യാം. അപ്പം അത് പലതരത്തിലുണ്ട്. അത് മരുന്ന് കഴിച്ചിട്ട് ചെയ്യുന്നതുണ്ട്, മരുന്ന് പുരട്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പം നമ്മുടെ രോഗം എങ്ങനെയാണെന്നനുസരിച്ച് ഏത് സൈറ്റാണെന്നൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അടുത്ത തെറാപ്പി എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഗ്മെൻ്റൽ വിറ്റ്ലേഗോയിലാണ്. പിന്നെ സ്റ്റേബിൾ ആയതിൽ മാത്രമേ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ മെലനോസൈറ്റ് ഉള്ള നോർമൽ മെലനോസൈറ്റ് ഉള്ള ഒരു സ്ഥലത്തു നിന്ന്, മെയിൻലി നമ്മൾ പുറത്ത് കാണാത്ത തൊട പോലെയുള്ള സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. അവിടുന്ന് സ്കിന്നെ എടുത്ത് മെലനോസൈറ്റ് ഇല്ലാത്ത ഈ വിറ്റ്ലേഗോ പാച്ചസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അത് പലതരത്തിൽ ചെയ്യാം. പഞ്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പഞ്ചസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബ്ലിസ്റ്റർ റൂഫ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, സ്പ്ലിറ്റ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. എടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. മെയിനായിട്ട് ഇത് തന്നെ, സ്കിന്നെടുത്ത് മാറ്റി വയ്ക്കുക. അടുത്ത ഒരു കുറച്ചുകൂടെ പുതിയ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെലനോസൈറ്റ് ട്രാൻസ്ഫറാണ്. നമ്മൾ സ്കിന്ന് മാറ്റി വെക്കുന്നതിന് പകരം ഈ സ്കിന്നിൽ നിന്ന് നമ്മൾ മെലനോസൈറ്റിനെ മാത്രം വേർതിരിച്ചെടുത്ത് നേരിട്ടോ അല്ലെങ്കിൽ അത് കൾച്ചർ ചെയ്ത് കൂടുതൽ നമ്പർ ആക്കിയ ശേഷം നമുക്ക് ഈ വിറ്റിലൈഗോ ഉള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റേ സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൽ നമുക്ക് കുറച്ച് ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയത്ത്. പക്ഷേ മറ്റേതിൽ നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഏരിയയിൽ കവർ ചെയ്യാം, കുറച്ചുകൂടി യൂണിഫോം ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റ് കിട്ടും. പിന്നെ പേഷ്യൻറ്റിനും ഈ പറഞ്ഞ ഗ്രാഫ്റ്റിംഗ് ഒരു വലിയ സർജറി ഒന്നുമല്ല, പെട്ടെന്ന് ചെയ്ത് വീട്ടിൽ പോകാവുന്ന സർജറികളാണ്, കോംപ്ലിക്കേഷൻസ് ഉള്ള സർജറി ഒന്നുമല്ല. അപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ വിറ്റ്ലൈഗോ സർജറീസ് ചെയ്യുന്നുണ്ട്, ഇഫക്റ്റീവായി നല്ല റെസ്പോൺസ് കിട്ടുന്നുമുണ്ട്. ഇനി അതൊന്നുമല്ല, ഈ ട്രീറ്റ്മെൻറ്റിന് താല്പര്യമില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് റെസ്പോൺസ് കുറവാണ് എന്നുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാമോഫ്ലേജ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ മുഖത്താണ്, ഒരു പാടേ ഉള്ളൂ. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിനുള്ള ക്രീമുകൾ നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ക്രീം സെലക്ട് ചെയ്ത് തരും. അത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് പുറത്ത് പോകുമ്പോൾ അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. ഏതായാലും ഇത് നമുക്ക് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ, വളരെ ഇൻഫോർമേറ്റീവായ ഒരു ടോക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ IADWell പോഡ്കാസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. വിറ്റിലൈഗോ എന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ കണ്ടീഷനാണ്, ത്വക്കിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു പകർച്ചവ്യാധിയല്ല, ഫലപ്രദമായ ചികിത്സ ഇന്നത്തെ കാലത്ത് ലഭ്യമായ ഒരു രോഗമാണ്. മാത്രവുമല്ല, പകർച്ചവ്യാധി അല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിറ്റിലൈഗോ രോഗികളെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരെ കുടുംബത്തിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ മാറ്റി നിർത്താതെ അവരെ ചേർത്ത് പിടിക്കുക. ഇതോടെ ഇന്നത്തെ IADWell പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.